ഹായ്, ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്കായിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കണേ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയ ഷെഫ് വന്നു. ഇനി അടുത്ത മിക്സിങ് ചെറിയ ഷെഫിൻ്റെയാണ്. മിക്സിങ് റെഡി ആവണില്ല, കുത്തി പൊട്ടിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു സവാളയും ഒരു തക്കാളിയുടെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ക്യാപ്സിക്കം, കാബേജൊക്കെ ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ കുട്ടികൾക്കായതുകൊണ്ടാണ് പച്ചമുളക് ഒഴിവാക്കിക്കുന്നത്. പാന് ചൂടായി വരുമ്പോൾ ഓയിലോ ബട്ടറോ യൂസ് ചെയ്യുക. ഞാൻ ഓയിലാണ് യൂസ് ചെയ്യണത്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇത് തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ ഓംപ്ലേറ്റ് മാറ്റാം. ഇനി ബ്രെഡും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ബ്രെഡ് ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി മയോണൈസും കെച്ചപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് ബ്രെഡിൽ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കെച്ചപ്പ് മാത്രമാണ് യൂസ് ചെയ്യണത്. കാരണം കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടുമ്പോൾ മയോണൈസിനെക്കാളും നല്ലത് കെച്ചപ്പാണ്. വീട്ടിൽ നിന്നൊക്കെ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഫ്രൈ ചെയ്ത ഓംപ്ലേറ്റ് വെച്ച് കൊടുക്കുക. ബ്രെഡ് മുകളിൽ വെക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്